കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. നമുക്കറിയാം, ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ വരുന്ന ഒരാനന്ദം, ഗുരുവായൂർ പോകണം, ഗുരുവായൂരപ്പൻ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഭക്തി, ആനന്ദം, അത് വല്ലാതെ വേർപെട്ട, മറ്റുള്ളതിനൊന്നും എന്താ പറയുക, ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു അനുഭവമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമ്പോഴും നമുക്കറിയാം, ഗുരുവായൂർ തൊഴുമ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടുമ്പോൾ, അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ പരമാത്മാവിൽ ലയിക്കാനുള്ള ആ ഒരു പ്രവണത നമ്മൾ ഉള്ളിൽ കാണുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ മനസ്സിലൊരു വെമ്പൽ, വിഗ്രഹം അടുത്തെത്തുമ്പോൾ നമുക്കൊരു കാന്തം അട്രാക്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ഭക്തിയൊക്കെ ഒഴുകി കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് അത്രയും ഒരു പരമാത്മാവിനോട് കൊതിക്കാനുള്ള ആത്മാവിൻ്റെ വെമ്പലാണ്, അതായത് ലയിക്കാനുള്ള ആത്മാവിൻ്റെ വെമ്പലാണെന്നാണ് പറയുന്നത്. ആ വിഗ്രഹം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ശരിക്ക് നമുക്ക്, ഞാൻ ഗുരുവായൂരപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു അത്രയും നല്ലൊരു പ്രവണതയാണോ? ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണെന്ന് പറയാം, പക്ഷേ അതിൽ അഭിമാനം കൊള്ളാനും നമുക്ക് പറ്റും. പക്ഷേ അഹങ്കരിക്കാൻ പാടില്ല. അതായത് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന് അഹങ്കരിക്കാൻ പാടില്ല. നമുക്കറിയാം, ഞാനാണ് ഭഗവാന്റെ ഭക്തൻ എന്ന് അഹങ്കരിക്കുകയാണെങ്കിൽ എവിടെയാണോ അഹങ്കാരമുള്ളത്, എന്തൊക്കെയാണോ അഹങ്കാരമുള്ളത്, അതിനൊക്കെ അടിച്ചമർത്താനുള്ള കഴിവ് സാക്ഷാൽ ഗുരുവായൂരപ്പനുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നുന്നതാണ്, അഥവാ എനിക്കും അനുഭവമുള്ളതാണ്, എവിടെയൊക്കെയാണോ അഹങ്കരിക്കാനുള്ള പഴുതുകളുള്ളത് ആ പഴുതുകളെയൊക്കെ അടച്ച് നമ്മളെ അടിച്ചിരുത്തി ഏറ്റവും എളിമയുള്ള ഒരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ധർമ്മം തന്നെ. ഭഗവാന്റെ ഭക്തരെന്ന് പറയുമ്പോൾ അഹങ്കാരം ഒട്ടും പാടില്ല എന്നുള്ളത് എല്ലാവർക്കും ഭക്തർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന്, എൻ്റെ എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും അഹങ്കാരത്തിന് പ്രധാനമായിട്ട് കാരണം. അപ്പോൾ ഭഗവത്ഗീതയിൽ നമ്മളത് പറയുന്നുണ്ട്. അതായത് ഞാൻ, എൻ്റെ എന്നുള്ള ചിന്തകൾക്കപ്പുറമാണ് ആത്മാവ് എന്നുള്ളൊരു ചിന്ത, പരമാത്മാവ് അതിലപ്പുറമാണ്. അപ്പോൾ നമ്മൾ എൻ്റെ എന്ന് കരുതുമ്പോൾ മാത്രമാണ് അവിടെ ദുഃഖം ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പുസ്തകമാണ്, അല്ലെങ്കിൽ എൻ്റെ ധനമാണ്, ഇങ്ങനെയൊക്കെ കരുതുമ്പോഴാണ് അവിടെ ഈഗോ ക്ലാഷ് വരുന്നത്. അപ്പോഴാണ് അവിടെ നമ്മൾ ശരിക്കും ഒരു വഴക്കോ യുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ എന്നുള്ള ചിന്തയിൽ നിന്ന് ഡിറ്റാച്ച്ഡായിട്ട് മനസ്സിനെ മാറ്റണമെന്നാണ് ശരിക്കും ഭഗവാന്റെ അത് ഭഗവത്ഗീതയിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പരമാത്മാവിൽ ഉറയ്ക്കാനായി എല്ലാ ജീവികളും ഒന്നായി കരുതുക എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അഹങ്കാരം ഉണ്ടാവുന്നത് എപ്പോഴും എൻ്റെ എന്നുള്ള ചിന്തയിൽ നിന്നാണ്. അപ്പോൾ അഹങ്കാരം തീർത്തും ഒഴിവാക്കുക. ഞാൻ ഭക്തനാണെന്ന് പറയുമ്പോൾ ഞാനാണ് കൂടുതൽ ഭഗവാന് പ്രിയപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഞാനാണ് ഭക്തൻ എന്ന് പറയാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാനെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. അവർക്കെതിരെ നമ്മൾ മറ്റുള്ളവർക്ക് വിളിച്ച് പരാതി പറയുന്നത് അത് ഭൂഷണമാണോ? അത് ശരിക്കും ഭഗവാന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ നമ്മൾ അത്രയും സഹികെട്ട സമയത്തൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് പറയാം. അതായത് ഇവരിങ്ങനെ ചെയ്തു എനിക്കെതിരെ എന്നൊക്കെ പറയുന്നത് അത്ര സഹികെട്ട, അത്രയും ക്രൂരമായ സമയത്ത് നമ്മൾക്ക് വേറൊരു മാർഗ്ഗം ഇല്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് തീർച്ചയായും പറയാം. അല്ലാതെ വേറെ എല്ലാവരെയും വിളിച്ച് വെറുതെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ പരാതികൾ പറയുന്നതും ഭൂഷണമാണോ? തീർച്ചയായും അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന് അത് ഇഷ്ടമല്ല. നമ്മൾ പക്ഷേ എപ്പോഴും നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. പക്ഷേ നമ്മൾ ആരോട് പറയുന്നുവോ അവരും നമ്മുടെ ശത്രുക്കളായി തീരുന്നുള്ളതാണ്. അതാണ് നമ്മൾ ഭക്തരായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആരെ പറ്റിയാണോ ഒരാളോട് വെറുതെ കുറ്റം പറയുന്നത്, ആ കുറ്റം പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ്. ആ പറയുന്നത് ആരോടാണോ പറയുന്നത് അവരും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശത്രുവായി വരും.
അവരോടും പറഞ്ഞ് വഴക്കടിക്കാനും എന്തെങ്കിലും ഒരു പ്രവണത കൊണ്ട് സംസാരിച്ച് വഴക്കുണ്ടാവുന്ന, മറ്റുള്ളവരെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, സംസാരിച്ച് വഴക്കുണ്ടാവുന്ന ഒരു പ്രവണത, അതും ഗുരുവായൂരപ്പ ഭക്തർക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമ്മളൊരാളെ പറ്റി കുറ്റം പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ആളോട് തന്നെ നമ്മൾ സംസാരിച്ച് വഴക്കൂടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ് കേൾക്കുന്ന ആൾ അപ്പുറത്ത് പോയി പറയുന്നു. ഇതൊക്കെ ഗുരുവായൂരപ്പ ഭക്തർക്ക്, അതായത് എൻ്റെ എന്ന് പറയാൻ മാത്രം ഒരു സുഹൃത്ത് പോലും ഇല്ലാത്ത അവസ്ഥ എന്ന് വരെ ചിലപ്പോൾ ഗുരുവായൂരപ്പ ഭക്തർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ വല്ലാതെ നമ്മുടേന്ന് കരുതുമ്പോൾ അതൊക്കെ നമ്മുടേന്ന് കരുതുന്നതൊക്കെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനുള്ളൊരു പ്രവണത, അതും ഗുരുവായൂരപ്പം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് നമ്മുടേന്ന് കരുതി അഹങ്കരിക്കുന്നതെല്ലാം മാറ്റി നമ്മളെ എളിമയുള്ളവരാക്കാനാണ്. അപ്പോൾ വല്ലാതെ മമതാബന്ധം പുലർത്തിക്കൊണ്ട് എൻ്റെ എന്ന് കരുതിക്കൊണ്ട് അഹങ്കരിക്കാൻ ഒരിക്കലും പാടില്ല. അതായത് നമ്മുടേന്ന് കരുതുന്ന എല്ലാമല്ല പറഞ്ഞത്. നമ്മൾ എന്തിലാണോ അഹങ്കരിക്കുന്നത്, നമുക്ക് എന്തിലാണോ അഹങ്കാരമുള്ളത്, അതാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. അപ്പം നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുറ്റം പറയാനുള്ള പ്രവണത ഒഴിവാക്കുക. നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയുമ്പോൾ അവരെന്നെ നമ്മുടെ ശത്രുക്കളായി നാളെ തിരിഞ്ഞേക്കാമെന്ന് കരുതുക. അതുകൊണ്ട് നമ്മൾ കുറ്റം പറയാനുള്ള പ്രവണത ഒഴിവാക്കുക. ഭഗവാനെ ഭക്തിയിൽ മാത്രം ആശ്രയിക്കുക. അതായത് ഭക്തിപൂർവ്വം നമ്മൾ ഭഗവാനെ സമീപിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാൻ സൊല്യൂഷൻ ഉണ്ടാക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ചില സമയത്ത് അയ്യോ എനിക്ക് സൊല്യൂഷൻ ഇല്ല, ഇതിൽ നിന്ന് എന്നെ കരകയറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ചിന്തിക്കുന്നത്? നമ്മൾ ഭക്തിയിൽ ഭഗവാനെ അത് ആശ്രയിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് ഭഗവാന്റെ സഹായം ഇല്ല, അല്ലെങ്കിൽ എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഭഗവാനിൽ എനിക്ക് വിശ്വാസം തീർന്നു എന്ന് പറയുന്നത് നമ്മൾ ഭക്തി ഇല്ലായ്മ മൂലം നമുക്ക് വരുന്ന നിരാശകൾ മൂലമാണ് വരുന്നത്. അപ്പം നമ്മൾ ഭഗവാനെ മാനസികമായിട്ട് വിളിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ് ഭഗവാൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് ഓടിയെത്തും എന്നുള്ളൊരു അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, അവിടെ കണ്ണൻ രക്ഷിക്കാൻ എത്തും എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ കണ്ണൻ തന്നെ വരും. അത് നമുക്ക് ഫീൽ ചെയ്യും കണ്ണൻ വരുന്നത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഭക്തൻ്റെ അടുത്ത്, ആ ഭക്തൻ എപ്പോഴാണോ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തോ ഒരു രൂപത്തിൽ വേറൊരു രൂപത്തിലോ ഒരു സഹായമായിട്ടോ അങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാൻ എൻ്റെ വിളി കേൾക്കില്ല എന്ന് വിചാരിച്ചിട്ട് വിളിക്കരുത്. ഭഗവാൻ എപ്പോഴും ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, കൂടെയുണ്ട്, എല്ലായിടത്തും ഭഗവത് ചൈതന്യം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്നുള്ള ചിന്തയിൽ എന്നെ വിളിക്കുക, ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഗുരുവായൂരപ്പ ഭക്തിയുടെ ഒരു പ്രത്യേക ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്, നമ്മൾ വല്ലാത്ത പോസിറ്റീവ് എനർജി ആയിരിക്കും. അതായത് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ കുറേ ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുക. കുറേ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടത് ഒരു ഭക്തിയുടെ ഒരു ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കുറേ ക്ഷയിക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളൊക്കെ ക്ഷയിച്ച് നമ്മളെ പ്യൂരിഫൈ ചെയ്യാനുള്ള, അതായത് അഹങ്കാരമൊക്കെ മാറ്റി നമ്മൾ മുമ്പും ഒരുപാട് മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ ക്ഷയിപ്പിച്ച്, അത് ചിലപ്പോൾ നമുക്ക് ഭക്തി വരുമ്പോൾ ചില സമയത്ത് ഭക്തി ഉണർന്ന് തുടങ്ങുന്ന സമയത്ത് ചിലർക്ക് പെട്ടെന്ന് കുറേ നെഗറ്റീവ് വന്ന് പിടിച്ച് ദുഃഖങ്ങൾ, എന്താ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടും കേൾക്കാത്തേ എന്നൊക്കെ തോന്നും. അത് നമ്മുടെ പൂർവ്വജന്മ പാപങ്ങൾ ക്ഷയിക്കലും അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷയിച്ച് നമ്മൾ കുറേ തിരിച്ചറിവ് വരുന്ന സമയമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭഗവാനെ ഇഗ്നോർ ചെയ്യാതെ ഭഗവാനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സ് തെളിഞ്ഞ് എന്താണ് യഥാർത്ഥ സത്യം എന്ന് തിരിച്ചറിഞ്ഞ്, പരമാത്മാവാണ് യഥാർത്ഥ സത്യം, അതിലേക്ക് ലയിക്കലാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തു തുടങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ പോസിറ്റീവ് എനർജി വന്ന് നിറയും. അതായത് ഗുരുവായൂരപ്പൻ്റെ ഓറ നമുക്ക് ചുറ്റും വന്ന് ആ ഒരു സംരക്ഷണ വലയം നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതൊരു ഭക്തിയുടെ ഒരു പ്രത്യേക ലെവലാണ്. അത് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടേ പറ്റൂ.
പിന്നെ പണത്തിനെ അളവുകോലായിട്ട് കരുതരുത്. അതായത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഭയങ്കര ഭക്തനാണ് പക്ഷെ 10 പൈസയ്ക്ക് ഗുണമില്ലയെന്ന്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതെന്താണ്? അതൊരു അജ്ഞതയാണ്. അതായത് ഭക്തി ഉണ്ടാവുന്നതിനനുസരിച്ച് പണം പെരുകി വരും എന്നുള്ളത് ഒരു അജ്ഞതയാണ്. പണം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ പൂർവ്വജന്മ പുണ്യവും അതുപോലെ തന്നെ ജാതകം അനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. ഈ ജന്മത്തിൽ പണം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഭക്തി ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ പണം ഇല്ലാണ്ട് വരാം. കാരണം നമ്മുടെ പൂർവ്വജന്മ ദോഷങ്ങളും എല്ലാം നമ്മൾ പെട്ടെന്ന് ഭക്തിയിൽ നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് ക്ഷയിക്കുന്ന പോലെ, അതായത് പെട്ടെന്ന് എല്ലാ പാപങ്ങളും എല്ലാത്തിൻ്റെയും കർമ്മം ഭഗവാൻ ഇങ്ങനെ നമ്മളെ എന്താ പറയുക, ആ കർമ്മഫലങ്ങളൊക്കെ തീർത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഒരുമിച്ച് വന്നു എന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ധനത്തിനൊക്കെ ബുദ്ധിമുട്ട് വന്ന് നമ്മൾ ഭഗവാനെ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളത് ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പണം ഒരുപാട് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭക്തിയുടെ അളവുകോലല്ല. പണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നല്ല ഭക്തനോ ശ്രേയസ്സുള്ളവനോ ആവുന്നുമില്ല. ഭഗവാനിലേക്ക് ഭക്തിയുള്ളത് എന്ന് ഭക്തരാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും ഭഗവാൻ പണം വെച്ചിട്ടല്ല ഒരു ഭക്തനെ അളക്കുന്നത്. ഭഗവാൻ ഭക്തി അളക്കുന്നത് ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോട് എത്ര അർപ്പണത്തോടു കൂടിയാണ് ഭഗവാനെ വിശ്വസിക്കുന്നത്, ഭഗവാനോടുള്ള വിശ്വാസം എത്രയുണ്ട്, എപ്പോഴും ഭഗവാൻ അങ്ങനെയുള്ള രീതി, അത് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഒരിക്കലും പണത്തിൻ്റെ രീതിയിൽ ഭക്തിനെ കാണരുത്. അത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് എനിക്ക് പണം ഉണ്ടാവുന്നില്ല, ഞാൻ ഭക്തനാണ്, എനിക്ക് പണം ഉണ്ടാവുന്നില്ല. പണം ഉണ്ടാവും, അതൊരു കാലത്തുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ഒരു സമയം, നമ്മുടെ കർമ്മദോഷങ്ങൾ തീരണം, എന്നിട്ടേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് വിശ്വാസം തുടങ്ങി, ഗുരുവായൂരപ്പനെ വിശ്വസിച്ചു തുടങ്ങി എന്ന് വിചാരിച്ച് ആലോചിച്ച് നോക്കുക, മറ്റെന്തിനേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മൾ. അതായത് വളരെ പണക്കാരനുള്ള ഒരാൾ, അയാൾക്ക് ഒട്ടും ഭഗവത് വിശ്വാസമില്ല. അതേസമയം ഒരു 10 പൈസ കയ്യിൽ കാശില്ല, എന്നാൽ നല്ല ഗുരുവായൂരപ്പ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പ വിശ്വാസമുള്ള ഒരാൾ തന്നെയാണ് മറ്റുള്ള ആളെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കാളും ഒരുപടി മുന്നിലുള്ളത്. അത് ഏത് ദൈവത്തിൻ്റെ ആയാലും ആ വിശ്വാസം, ആ ദൈവത്തിൽ വിശ്വാസമുള്ളതാണ് മറ്റെന്തിനേക്കാളും പുണ്യമുള്ളത്. പണം ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ വിശ്വാസമുള്ളപ്പോൾ ആ ആളെ ഭഗവാൻ അതുപോലെ വാർത്തെടുക്കും.
ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ വേണമെന്ന് കൃഷ്ണന് നിർബന്ധമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ മൗൾഡ് ചെയ്തെടുക്കുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ പണമുള്ള ഒരാൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതേസമയം പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായിരിക്കും. ചില സമയത്ത് പണം ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ ഏറ്റവും നിർമ്മലനായിട്ടുള്ള ഒരാളായി നിന്നും വരും. അതും ഒരു ക്വാളിറ്റിയാണ്. ചിലപ്പോൾ ഭക്തി ഇല്ലെങ്കിലും വളരെ നിർമ്മലമായ ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്കും ചിലപ്പോൾ ഭഗവാൻ മോക്ഷം കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആരെയും പാപം ചെയ്യുന്നില്ല, പണം ധാരാളമുണ്ട്, എന്നാലും അഹങ്കാരമോ ഒന്നിൽ ആസക്തിയില്ലാതെ ജീവിക്കുന്ന അങ്ങനെയൊരു യോഗമുണ്ട്. അതായത് ഭക്തി യോഗം മാത്രമല്ല ഭഗവത്ഗീതയിൽ പറയുന്നത്, പലതരത്തിലുള്ള യോഗങ്ങളുണ്ട്. അതായത് പണം എന്നുള്ള രീതിയിലല്ലാണ്ട് ഒരാൾക്ക് ചിലപ്പോൾ അതിലൊന്നും ആസക്തിയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, താൻ ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും ആസക്തിയില്ലാതെ എന്ത് വേണമെങ്കിലും വന്നോട്ടെ എന്ന് വെച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അവരും ഭഗവാന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ഇങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഭഗവാനാണ്. ഏറ്റവും നല്ല ഭക്തനെന്ന് തീരുമാനിക്കേണ്ടതും ഭഗവാനാണ്. അതിൻ്റെയൊക്കെ അവകാശം ഭഗവാനാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാണ്ടിരിക്കുക. അതായത് ഭക്തി ഉണ്ടെന്ന് വെച്ചാൽ അവന് പണമില്ല, അതുകൊണ്ട് അവനെ മൈൻഡ് വയ്ക്കണ്ട, അല്ലെങ്കിൽ പണം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം, ഭക്തി ഉണ്ടായിട്ട് എന്താ കാര്യം. ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ശുദ്ധ അന്ധവിശ്വാസങ്ങളാണ്. പണവും ഭക്തിയായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ കുറേ പണം വാരി എറിഞ്ഞിട്ട് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതും, പക്ഷെ നമ്മുടെ മനസ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വഴിപാട് നമുക്ക് ഭഗവാൻ ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള വഴിപാട് എൻ്റെ മനസ്സിന് തൃപ്തിയാവുന്ന വിധത്തിൽ ഭഗവാന് ചെയ്താൽ അതിന് തീർച്ചയായും ഫലം ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പണമുണ്ട് കുറേ, അവനേക്കാൾ കൂടുതൽ രീതിയിൽ പൈസ ചിലവാക്കിയിട്ട് ഞാൻ പണമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ എന്ന് കാണിക്കാൻ കൂടുതൽ പണത്തിന് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനൊരു വഴിപാട് ഭഗവാനെ വിചാരിച്ചിട്ടുണ്ട്. ആ വഴിപാട് ഞാൻ ചെയ്യണം. അതായത് എന്നാൽ എനിക്ക് മനസ്സിന് പൂർണ്ണ തൃപ്തി കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അത് ഏറ്റവും വലുതോ ചെറുതോ ഒന്നും നോക്കാതെ ചെയ്യുന്നവരുണ്ട്. അതിനൊക്കെ തീർച്ചയായിട്ടും ഫലം ഉണ്ടായിരിക്കും. അതായത് ഭക്തി കൊണ്ട് മാത്രം, ഭക്തി നിറഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അത്രയും സന്തോഷത്തിൽ ചെയ്യുന്ന ഏത് വഴിപാടിനും ഭഗവാൻ ഫലപ്രാപ്തി തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഭഗവത്ഗീതയുടെ പുതിയൊരു ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ രാമായണ മാസമാണ്, എന്നാലും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഈ ക്ലാസ് ഭഗവത്ഗീതയുടെ മാത്രമാണ്. അത് ഓൾറെഡി ഭഗവത്ഗീതയുടെ ക്ലാസ് ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിയാറായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഭഗവത്ഗീതയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ്. ഒരിക്കലും ഒരു പൈസയൊന്നും വേണ്ട, പൈസ വാങ്ങുന്ന ഒരു ക്ലാസ്സല്ല. അപ്പോൾ അത് എന്താണ് ഭഗവത്ഗീത എന്നുള്ള ആ ഒരു ബുക്കിൻ്റെ അതല്ലെങ്കിൽ അതിൽ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള മോക്ഷമാർഗ്ഗങ്ങളുണ്ട്, എന്തൊക്കെയാണിതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. പിന്നെ ക്ലാസ് നടത്തുമ്പോൾ ഉള്ള തെറ്റുകുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഭഗവാനിൽ വിശ്വസിക്കുന്ന കാരണം എൻ്റെ ഭാഗത്ത് ഒരുപാട് വായിക്കുന്നതിലും അക്ഷരങ്ങളിലും എല്ലാത്തിലും ഒരു തെറ്റുകൾ ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അതിൽ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ആ ലിങ്ക് വഴി, അപ്പോൾ ലിങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റണില്ല, ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നില്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് അതിൽ കാണും, അത് നോക്കിയിട്ട് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ്. അപ്പോൾ